നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പാർട്ടിക്ക് ബോധ്യമായി സസ്പെൻഷനിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ വെല്ലുവിളിച്ച് നിയമസഭയിലെത്തി. ദിവസങ്ങളോളം രാഹുലിനെതിരായ നടപടിയെക്കുറിച്ച് വാചാലനായിരുന്ന വി സതീശൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാക്കാതെയല്ല, മറിച്ച് സതീശനുള്ള മറുപടി എന്ന നിലയ്ക്കുള്ള നിയമസഭാ എൻട്രി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെയും സംസ്ഥാന സെക്രട്ടറിയെയും കൂടെ കൂട്ടിയുള്ള വരവ് വിശദീകരിക്കാൻ KPCC പാടുപെടും. രാഹുൽ കോൺഗ്രസുകാരനല്ല എന്ന് പറഞ്ഞ് എത്ര നാൾ പ്രതിരോധിക്കാനാവും? സർക്കാരിനെതിരെ ആഞ്ഞടിക്കേണ്ട സമയത്ത് രാഹുലിന്റെ നിയമസഭയിലേക്കുള്ള വരവ് UDFന്റെ ആയുധങ്ങളുടെ മൂർച്ച കുറയ്ക്കുന്നു. രാഹുലിന്റെ വരവ് കോൺഗ്രസിൽ രൂപപ്പെടുന്ന പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പ്രതിഫലനമാകുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മാങ്കൂട്ടത്തിൽ എന്ന തലവേദന കോൺഗ്രസ് എങ്ങനെ ഭേദമാക്കും? രാഷ്ട്രീയ കേരളം ഇന്ന് രാവിലെ മുതൽ ചർച്ച ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ വരുമോ ഇല്ലയോ എന്ന കാര്യമായിരുന്നു. അപ്രതീക്ഷിതമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിലേക്ക് എത്തിയത്. ചരമോപചാര പ്രസംഗം മുഖ്യമന്ത്രി നടത്തുന്നതിനിടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വരവ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവ് വി സതീശൻ വ്യക്തമാക്കിയിരുന്നതാണ് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വന്നത് എന്ന്, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് എന്ന്. പക്ഷേ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരണോ വേണ്ടയോ എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം എന്നുള്ള നിലപാട് ചില കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു. പക്ഷേ വി സതീശന്റെ വാക്കുകളിൽ എല്ലാം വ്യക്തമായിരുന്നു, നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താൽ അത് കോൺഗ്രസ് രാഹുലിനെതിരെ എടുത്ത നടപടിയുടെ അന്തസ്സ് കുറയ്ക്കുമെന്ന്. പക്ഷേ ഈ നിർദ്ദേശം പാലിക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് എന്ന് പറയുമ്പോൾ രാഹുലിന് പിന്നിലുള്ള നേതാക്കൾ ആരൊക്കെയാണ് എന്ന് കൂടി പരിശോധിക്കേണ്ടി വരും. ഷാഫി പറമ്പിൽ ഇന്ന് KPCC ഭാരവാഹി യോഗത്തിൽ പങ്കെടുത്തില്ല എന്നത് ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ വി സതീശനെതിരെയുള്ള പടയൊരുക്കം എന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമസഭയിലേക്കുള്ള വരവ്. രാഹുൽ നിയമസഭയിലേക്ക് വന്ന് അല്പം നേരം ഇരുന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടയുന്നതും ഇന്ന് കണ്ടു. രാഹുൽ നാളെയും നിയമസഭയിലെത്തിയാൽ കോൺഗ്രസ് UDF ഏത് തരത്തിലായിരിക്കും നിയമസഭയിൽ പെരുമാറേണ്ടി വരിക? ഭരണപക്ഷത്തിനെതിരെ ശക്തമായ ആയുധങ്ങൾ പ്രയോഗിക്കേണ്ട ഈ സമയത്ത്, കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ഇരിക്കുന്നത് UDFന്റെ ആയുധങ്ങളുടെ മൂർച്ച കുറയ്ക്കില്ലേ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. അതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ വന്ന് തിരികെ പോകുന്ന സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതിലേക്ക് ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞാൻ. അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. മറ്റൊരു വാർത്ത വന്നത്, ഞാൻ ഇന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു, അവരാരും കാണാൻ സമ്മതിച്ചില്ല. ആ വിഷയത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ള ഒരു പ്രവർത്തക നിലയിൽ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം സസ്പെൻഷൻ പീരീഡിന് ചില മാനദണ്ഡങ്ങളുണ്ട്. വി സതീശനെ വെല്ലുവിളിച്ചുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ വരവ് വരും ദിവസങ്ങളിലും തുടരുമോ? ശ്രീ ജേക്കബ് ജോർജ്, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വന്നത് അത് UDFനെ പ്രതിരോധത്തിലാക്കുന്ന ഒന്ന് തന്നെയല്ലേ? അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഞാൻ അങ്ങനെ അതിനെ കാണുന്നില്ല. UDFനെ പ്രതിരോധത്തിൽ ആക്കുന്നതിനെക്കാട്ടിലുപരി ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴദ്ദേഹം MLA ആണ്, കോൺഗ്രസിൻ്റെ MLA ആണ്. ആ MLA സ്ഥാനം സംരക്ഷിക്കുക, സ്വന്തം പേര് അല്പമെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിക്കുക. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവസാന കളിയും അവസാന അടവും പ്രയോഗിക്കുകയാണ്. ആ പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വേറെ ഒന്നും ശ്രദ്ധിച്ച് കാണത്തില്ല. വേറെ കോൺഗ്രസിൻ്റെ അകത്തെ മാനദണ്ഡങ്ങളോ ഇത്തരം കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. മനഃപൂർവ്വമായിട്ട് സതീശനെ വെല്ലുവിളിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അജണ്ടയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഫലത്തിൽ അദ്ദേഹത്തിൻ്റെ ചെയ്തി, ഇന്നത്തെ ചെയ്തി, വി സതീശൻ പ്രതിപക്ഷ നേതാവ്, നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ നേതാവാണ്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാവ്, കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവ്, അത് പ്രതിപക്ഷ നേതാവാണ്. പ്രോട്ടോക്കോൾ അനുസരിച്ച്, കോൺഗ്രസിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ രാഷ്ട്രീയമായിട്ട് ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള ഒരു സ്ഥാനമാണത്.
ആ സ്ഥാനത്തെ ചോദ്യം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചത്. പക്ഷെ അവിടെ മറ്റൊരു കാര്യമുണ്ട്. വി ഡി സതീശൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരരുത് എന്ന്. പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മഞ്ജുഷ, ഒരു കാര്യം കൂടെയുണ്ട്. നിയമസഭാംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് പാർട്ടിയോട് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ പാർട്ടി അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ പാർട്ടിക്കാരനല്ല എന്ന് പറയാനും പറ്റില്ല. പാർട്ടിക്കാരനല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് MLA ആയ ആളാണ്. അദ്ദേഹം MLA എന്ന നിലയിൽ പാലക്കാട്ടെ ജനങ്ങളോട് കടപ്പെട്ടവനാണ്. ജനങ്ങളോട് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. ആ കടമ നിർവഹിച്ചു എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് അവകാശപ്പെടാം. അതിനകത്ത് രാഷ്ട്രീയം നോക്കേണ്ടതില്ല. അദ്ദേഹം MLA ആണ്. ആത്യന്തികമായിട്ട് പാലക്കാട്ടെ MLA ആണ്. ആ MLA എന്ന നിലയിലുള്ള ചുമതലയാണ്, പ്രഥമമായ ചുമതലയാണ്. അപ്പോൾ നിയമസഭയിൽ വരുന്നതിന് കുഴപ്പമില്ല. പക്ഷേ സാങ്കേതികമായിട്ട് ഒരു പ്രശ്നവുമില്ല. നിയമസഭയിൽ വരണം എന്നുള്ളതാണ്. MLA ആണ്, പാലക്കാട്. അതെ, പക്ഷേ അദ്ദേഹം കാണിച്ച ചില ചെയ്തികളുണ്ടല്ലോ. ഇപ്പോൾ അദ്ദേഹം കൂടെ കൂട്ടിയത് ആരെയാണ്? യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെയാണ്. പിന്നെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളെയാണ്. ഇത് പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന കാര്യമാണല്ലോ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടിയെ ഓരോ കോൺഗ്രസ്സുകാരനും അംഗീകരിക്കണമെന്ന സന്ദേശമാണല്ലോ ഓരോ നേതാക്കളും ദിവസേന നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറയുകയാണ്, പാർട്ടിക്കാരുടെ മുന്നിൽ പറയുകയാണ്. അതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്കല്ല ഇതൊക്കെ നടത്തുന്നത്. പിന്നിൽ ഒരു വലിയ നേതാക്കളുടെ ഒരു നിര തന്നെയുണ്ട്. അല്ല മഞ്ജുഷ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വലിയ ഗ്രൂപ്പുണ്ട്. സംശയമൊന്നുമില്ല, ആ കാര്യത്തിൽ സംശയമൊന്നുമുള്ള കാര്യമല്ല. പക്ഷേ അത് എവിടെ വരെ പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ പോട്ടെ, ഞാൻ അതിനകത്ത് വലിയ പ്രാധാന്യം കാണുന്നില്ല. കാരണം വി ഡി സതീശനെ ധിക്കരിച്ചെന്നോ അദ്ദേഹത്തെ വെല്ലുവിളിച്ചെന്നോ എന്നുള്ളതല്ല വിഷയം. ആത്യന്തികമായിട്ട് ഈ വിഷയം എവിടെ ചെല്ലും? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പരസ്യമായിട്ട് അദ്ദേഹത്തോട്, അദ്ദേഹത്തിൻ്റെ ചെയ്തികളോട്, അദ്ദേഹമൊന്നും അവകാശപ്പെടുന്നില്ല കേട്ടോ. ഇതൊന്നും അദ്ദേഹത്തിന് യോജിപ്പുള്ള കാര്യമല്ല. അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നൊന്നും അപരാധങ്ങളെക്കുറിച്ച് അദ്ദേഹം മിണ്ടുന്നില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് അദ്ദേഹം സമൂഹത്തോട് മാപ്പ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഉപദ്രവിച്ച പെൺകുട്ടികളോട് അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഒതുക്കി വെക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് നിയമസഭയിൽ വന്നത്. നാളെ വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. ആ നിലയ്ക്ക് അത് തീർച്ചയായിട്ടും പരോക്ഷമായിട്ട് പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ്. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിയമസഭയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കടമയാണ്, അദ്ദേഹത്തിന് വന്നേ പറ്റുകയുള്ളൂ. ശ്രീ ബി റജി, പക്ഷേ ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടി ക്ലാരിറ്റിയോടുകൂടി പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കുന്നത് ഒറ്റ നേതാവേ ഉള്ളൂ, അത് വി ഡി സതീശനാണ്. മറ്റു നേതാക്കൾ ബബ്ബ അടിക്കുകയാണ്. ഒരു സമയത്ത് ഒന്ന് പറയും, മറുസമയത്ത് മറ്റൊന്ന് പറയും. സംശയമില്ല ശ്രീ ജേക്കബ്, അക്കാര്യത്തിൽ സംശയമില്ല. ബി റജി, അത് തന്നെയാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ പ്രശ്നവും. ഇന്നത്തെ ഭാരവാഹി യോഗത്തിൽ ഈ വിഷയം ഉയർന്നു വന്നിട്ടുണ്ട് എന്നാണ് അറിവായിട്ടുള്ളത്. കാരണം ഈ സൈബർ ആക്രമണം വി ഡി സതീശനെ ഉന്നം വെച്ച് മാത്രമാണ് നടക്കുന്നത്, മറ്റു നേതാക്കളെ ഇല്ല. കാരണം മറ്റു നേതാക്കൾ വളരെ രമേശ് ചെന്നിത്തല ഇടയ്ക്കുണ്ട്. മാത്രമല്ല രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഒരു പരാതിയും ഒരു കോൺഗ്രസ്സുകാരി എന്ന രീതിയിൽ ഒരാളുടെ പോയിട്ടുണ്ട് അല്ലേ. അതിൽ സതീശനെയും ചെന്നിത്തലയ്ക്കും എതിരെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുമ്പോൾ പോലും മറ്റു നേതാക്കൾ ഇങ്ങനെ കൃത്യമായ ക്ലാരിറ്റി നൽകുന്നില്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലോ കോൺഗ്രസ്സുകാരനല്ല, വന്നോട്ടെ, അതിനെന്താണ് കുഴപ്പം? ഇങ്ങനെ പറയുമ്പോൾ ആ രീതിയിലല്ല സതീശൻ പറഞ്ഞിരുന്നത്. കൃത്യമായി അതെ, KPCC അധ്യക്ഷൻ ഇന്ന് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആ കാറിൽ വെച്ച് അദ്ദേഹം സംസാരിച്ചത് കേട്ടപ്പോൾ പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നു. ആ ബൈറ്റിലേക്ക് വരാം, കുറച്ച് സമയം കഴിഞ്ഞ് അത് കേൾപ്പിക്കാം. അപ്പോൾ റെജി, ഇതിനകത്ത് ആകെ ഒരു തലവേദനയിൽ പെട്ടിരിക്കുകയാണ് കോൺഗ്രസ്. ഒറ്റ നേതാവ് മാത്രം ക്ലാരിറ്റിയോട് പറയുമ്പോൾ അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുവാനുള്ള ശ്രമവും നടക്കുകയാണ്. ശ്രീ മഞ്ജുഷ്, ഇത് സംബന്ധിച്ച് കോൺഗ്രസിന് എന്ത് തരത്തിലുള്ള തലവേദന ഉണ്ടാക്കുന്നു എന്നാണ് അങ്ങ് പറയുന്നത്? കോൺഗ്രസ് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായും സുതാര്യമായും നീതിനിഷ്ഠമായും രാഷ്ട്രീയമായി അങ്ങേയറ്റം ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഐക്യകണ്ഠേനയാണ് കോൺഗ്രസിൻ്റെ നേതൃനിര ഒന്നാകെ ചേർന്ന് സ്വീകരിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഒരെതിരഭിപ്രായവുമില്ല. പിന്നെ നിങ്ങൾ പർപ്പസായി ഈ വി ഡി സതീശനെ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, അല്ലെ രാഷ്ട്രീയ എതിരാളികൾ ചോദ്യം ചെയ്യുന്നതിന്റെ പ്രധാന കാരണം അതെ, വി ഡി സതീശനെ ഭരണകക്ഷികൾ എന്താണ് ആരോപണ ശരത്തിന്റെ മുൾമുനയിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്, അത് സംബന്ധിച്ചുള്ള വാർത്തകളോ ഒക്കെ വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ സ്വരത്തെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും ബഹുമാനായ പ്രതിപക്ഷ നേതാവാണ്. സ്വാഭാവികമായിട്ടും നോക്കൂ, 10 വർഷത്തെ ഭരണത്തിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭരണമാറ്റത്തിനു വേണ്ടി കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഭരണവിരുദ്ധ വികാരം പുറത്തു വരരുത്. അപ്പോൾ അതിനുവേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ ഇങ്ങനെ പച്ചയായി ഉയർത്തിപ്പിടിച്ച് നിൽക്കേണ്ടത് ഭരണപക്ഷത്തിന്റെ ആവശ്യമാണ്. നമുക്ക് ഭരണപക്ഷത്തെ വിടാം. കാരണം അവർ പറയുന്നത് ഒന്നും ഇവിടെ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് ഇതിനകത്ത് ധാർമ്മികമായിട്ട്
ഇങ്ങനെ പറയുവാനുള്ള ഒരു റൈറ്റും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിലപാട്. കാരണം EP ജയരാജനൊക്കെ ഇന്ന് പറയുന്നത് കേട്ടു, രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് എന്തോ നിയമസഭയോടുള്ള അനാദരവ് എന്നൊക്കെ രീതിയിൽ. അപ്പോൾ മുകേഷൊക്കെ അവിടെ ഇരിക്കുന്നു, പിന്നെ എന്താണെന്ന് EP ജയരാജൻ മറുപടി നൽകും, അത്രേ ഉള്ളൂ. അത് മുഖവിലേക്ക് എടുക്കേണ്ട, ഭരണപക്ഷത്തെ ഇക്കാര്യത്തിൽ നോക്കേണ്ട. പക്ഷേ ഭരണപക്ഷത്തിനുള്ള ആയുധം കൊടുക്കുന്നത് നിങ്ങളാണ്. കോൺഗ്രസിൽ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ നേമം ഷജീറിനെ പോലെയുള്ള നേമം ഷജീർ അല്ലേ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പം വരുന്നു എന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? നേതാക്കളുടെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള സന്ദേശമാണ് നൽകുന്നത്. നോക്കൂ, ദീർഘകാലം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ച ഒരാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, അതുപോലെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തി, അതുപോലെ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തി, പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി ആ സ്ഥാനം ഒഴിയാൻ പറഞ്ഞു. അങ്ങനെ ഒരു വ്യക്തി കോൺഗ്രസിന് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയുമില്ല. പക്ഷേ ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ അദ്ദേഹത്തെ കണ്ടൊരു ഹായ് പറയുന്നു എന്നുള്ളത് കോൺഗ്രസിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടോ? മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളൊക്കെ തന്നെ ഇന്ന് നിയമസഭയിൽ വരുന്നുണ്ട്. അവരെ കണ്ടും സംവദിക്കേണ്ടതൊക്കെ പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ല. ഇത് പൊതുസമൂഹത്തിനും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അണികൾക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ? അതുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ നേതാക്കളുടെയൊക്കെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഞങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭയിലേക്ക് കൊണ്ടുവരുന്നത്, ഞങ്ങളുടെ പിന്തുണ ഉണ്ട് എന്നുള്ള സന്ദേശമാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ശ്രീ B. റജി ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കേണ്ടി വരുന്നതിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകളിൽ നടക്കുന്നത്? കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം സൈബർ ഇടങ്ങളിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകൾ പരസ്പരം വെട്ടിഭരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ VD സതീശനെ ഒരറ്റത്ത് ആക്രമിക്കുന്നു, മറുവശത്ത് സതീശിന് വേണ്ടി ഒരു പക്ഷം രംഗത്തിറങ്ങുന്നു. കോൺഗ്രസിലെ രണ്ട് ഗ്രൂപ്പുകൾ എന്ന രീതിയിൽ ചേരിതിരിഞ്ഞ് ആക്രമണം നടക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒറ്റ വ്യക്തിക്ക് വേണ്ടിയാണ്. അവിടെ മുഖ്യമന്ത്രിയേക്കാൾ ലൈക്ക് കിട്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദാ ഞങ്ങളുടെ നേതാവ് വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സിംഹഗർജനം എന്ന രീതിയിൽ സൈബർ ഇടങ്ങളിൽ പോരാടുന്നത് നിങ്ങളുടെ പ്രവർത്തകരും നിങ്ങളുടെ അണികളും നിങ്ങളുടെ ചെറിയ നേതാക്കളും തന്നെയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. ഇന്ന് KPCC ഭാരവാഹി യോഗത്തിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നു. അതിലും വന്നത് എന്താണ്? ഇക്കാര്യമാണ് പറഞ്ഞത്. നേമം ഷജീറിനെ പോലെയുള്ള നേതാക്കൾ രാഹുലിന്റെ കൂടെ വന്നത് അതൊട്ടും ശരിയായിട്ടില്ല, നേതാക്കൾ ഒപ്പമുണ്ട് എന്നുള്ള സന്ദേശമാണ് നൽകുന്നതെന്ന്. നോക്കൂ, ഈ സൈബർ ഇടങ്ങളിലെ പോരാളികൾ ഏറ്റവും കൂടിപ്പോയാൽ വളരെ വിരലിൽ എണ്ണാവുന്ന, അല്ലെങ്കിൽ നമുക്ക് അത്ര വലിയ വിപുലമായ ഒരു സംഖ്യയല്ല സൈബർ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവർ. അത് തന്നെ ഫേക്ക് ഐഡിയിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഫേക്ക് ഐഡികൾ ധാരാളം നിർമ്മിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസിനെതിരെയുള്ള ആയുധമായിട്ട് പ്രയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ റീസെൻ്റായിട്ട് തന്നെ ഒരെണ്ണം കണ്ടില്ലേ, ബീന സണ്ണി എന്ന പേരിൽ ഒരു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളൊരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ എല്ലാ വാർത്തകളും പ്രചരിപ്പിക്കുകയും ഭരണപക്ഷത്തെ കോൺഗ്രസിന് പ്രസ്ഥാനത്തെ അങ്ങേയറ്റം അടച്ചാക്ഷേപിക്കുകയും ചെയ്തിരുന്ന ഒരാളുടെ ഐഡന്റിറ്റി വെളിപ്പെട്ടപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്ത സംഭവം റീസെന്റ് ആയിട്ടുണ്ടായതാണ്. അപ്പോൾ സൈബർ ഇടങ്ങളെ നമ്മൾ ഇതിന് വിലക്കെടുക്കേണ്ട ആവശ്യമില്ല. KPCC ഭാരവാഹി യോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത്, ഞാൻ പറയാം, സൈബർ ആക്രമണം തടയണം, പാർട്ടിക്കുള്ളിലെ സൈബർ ആക്രമണം തടയണമെന്ന് KPCC യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെടുന്നു. ശക്തമായ നടപടിക്ക് യോഗത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണം തടയണമെന്ന് പറയുന്നു. പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന് പങ്കുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ DMC ഡിജിറ്റൽ മീഡിയ സെൽ എന്നുള്ളതാണല്ലോ, അതിന്റെ പങ്ക് അന്വേഷിക്കുന്നതിന് വേണ്ടി VT ബൽറാമിന്റെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തുവാനും തീരുമാനിച്ചിരിക്കുകയാണ്. സൈബർ ആക്രമണം നിർത്തണം, പ്രോത്സാഹിപ്പിക്കുന്നവർ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന പരിപാടിയല്ല എന്ന്. അപ്പോൾ ഈ സൈബർ ആക്രമണത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. ശ്രീജിത്ത് പണിക്കർ, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നത് കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? വരും ദിവസങ്ങളിൽ അദ്ദേഹം വന്നാൽ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാകുമോ? താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? സസ്പെൻഷനിലായിരിക്കുന്ന ഒരാളാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം സഭയിലുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കേണ്ടതല്ല. അദ്ദേഹം അതുകൊണ്ട് തന്നെ UDFന്റെ ഒരു സഖ്യകക്ഷിയല്ല. അദ്ദേഹത്തിന് ഇരിക്കാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഇരിപ്പിടമാണുള്ളത്. അതൊന്നും തന്നെ കോൺഗ്രസിനെ ഒരു തരത്തിലും സത്യത്തിൽ ബാധിക്കേണ്ടതല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ചില പെരുമാറ്റങ്ങൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില വാർത്തകൾ, ഇതൊക്കെ തന്നെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് സസ്പെൻഷനിലായ ഒരു വ്യക്തി എങ്ങനെ പെരുമാറണം എന്ന് എനിക്കറിയാം എന്നാണ്. അപ്പോൾ അത് തന്നെ ചോദ്യം ഉണ്ടായത് തന്നെ അദ്ദേഹം മറ്റേതെങ്കിലും നേതാക്കന്മാരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നോ, ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായോ എന്നിങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർക്കും കാണണ്ട എന്ന് പറഞ്ഞ് കാണാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറയുന്നത് സസ്പെൻഷനിലായിരിക്കെ അങ്ങനെ മറ്റുള്ള ആൾക്കാരെ റീച്ച് ഔട്ട് ചെയ്തത് ശരിയല്ല എന്നെനിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറഞ്ഞ അതേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ആരോടൊപ്പമാണ് അസംബ്ലിയിൽ വന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ഒരാളിന്റെയാണ്. അത് കോൺഗ്രസ്സുകാരൻ തന്നെയല്ലേ. അപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്ന ഒരു വ്യക്തി
കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹി, ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ട് അദ്ദേഹം നിയമസഭയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ അക്കമ്പനി ചെയ്യാനായിട്ട് ഒപ്പം കൂടെ കൂട്ടുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ സസ്പെൻഷനിലായിട്ടുള്ള ഒരാളിന്റെ പെരുമാറ്റമാണോ എന്നുള്ള ഒരു ചോദ്യം കോൺഗ്രസിന് നേരെ ഉണ്ടാകാം. ഞാൻ പറഞ്ഞത് സഭയിൽ ഉണ്ടാകണം എന്നല്ല, മറിച്ച് കോൺഗ്രസിന് നേരെ ഉണ്ടാകാം. അപ്പൊ ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. രണ്ട്, അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ച് കോൺഗ്രസിന്റെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ പേരിനെങ്കിലും ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗവും അദ്ദേഹം തന്നെ കൊടുക്കുന്നില്ല. കാരണം ഇന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ആ ഓഡിയോയിലെ ശബ്ദം താങ്കളുടേതാണോ, നിഷേധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് മറ്റെല്ലാ കാര്യങ്ങളിലും വിശദീകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു വിഷയത്തിൽ മാത്രം ഒരു പ്രതികരണവുമില്ലാതെ അവിടെ നിന്ന് അപ്പോൾ തന്നെ സ്ഥലം കാലിയാക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി കോൺഗ്രസിനെ ഇത് പ്രതിസന്ധിയിലാക്കാനുള്ള മറ്റ് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അതായത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലുള്ള അത്രയും സമയം ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം അദ്ദേഹത്തിന്റെ കൂടി ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത സമയം കേരളത്തിലുള്ള ചർച്ച മുഴുവൻ ഏത് രീതിയിലാണ്? നോക്കൂ, ഇന്ന് മാധ്യമങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്? ഇത് മുഴുവനും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ തുടർന്നു കഴിഞ്ഞാൽ ആ സഭയിൽ ആരുടെ വിഷയത്തിലായിരിക്കും കൂടുതൽ ശ്രദ്ധയുണ്ടാവുക എന്നതിന്റെ പേരിലാണ്. ആ ശ്രദ്ധ എന്ന് പറയുമ്പോൾ ഭരണപക്ഷത്തിന്റെ ശ്രദ്ധ മാത്രമല്ല, അതിൽ പ്രതിസന്ധിയിലാകുന്ന കോൺഗ്രസിന്റെ ശ്രദ്ധ മാത്രമല്ല, മറിച്ച് കേരളീയ പൊതുസമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ശ്രദ്ധ, മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധ നിയമസഭാ പ്രൊസീഡിങ്സിലായിരിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലായിരിക്കുമോ എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ UDF-നെ സംബന്ധിച്ചിടത്തോളം LDF-ന്റെ ഭരണ പരാജയങ്ങൾ എക്സ്പോസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒന്നിലധികം വിഷയങ്ങൾ അതിശക്തമായിട്ട് ഉയർത്താനുള്ള ഒരു സാഹചര്യം ഈ ഒരു സഭാ സമ്മേളനത്തിലുണ്ട്. നമുക്കറിയാം, ഇപ്പൊ ഈ പോലീസിന്റെ ക്രൂരമായിട്ടുള്ള മർദ്ദന പരമ്പരകളുടെ കൂടുതൽ വാർത്തകൾ തെളിവ് സഹിതം വരികയാണ്. പ്രത്യേകിച്ച് അതിൽ സഫർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി യൂത്ത് കോൺഗ്രസിന്റെ തന്നെ പ്രാദേശികമായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ വർദ്ധിത വീര്യത്തോടു കൂടി അത് അവിടെ അവതരിപ്പിക്കേണ്ടതാണ്. സർക്കാർ സമഗ്ര മേഖലകളിലും പരാജയമാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്ന ദാരുണമായിട്ടുള്ള സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇതിനെല്ലാമുള്ള സാധ്യതകൾ ഈ ഒരു സമ്മേളനത്തിൽ ഉണ്ട് എന്നിരിക്കെ ഈ വിഷയങ്ങൾക്കാണോ കൂടുതൽ പ്രാധാന്യം അവിടെ കിട്ടുക? സർക്കാരിന്റെ പരാജയങ്ങൾ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ ശ്രമം പൂർണ്ണമായിട്ട് വിജയിക്കുമോ ഇല്ലയോ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രസൻസ് കൊണ്ട് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. കാരണം ശ്രീ VD സതീശനും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് ഇതിനെ ചിത്രീകരിക്കാം. സസ്പെൻഷനിലാണെങ്കിലും നിങ്ങളുടെ നേതാവ് പറയുന്നത് നിങ്ങളുടെ അംഗം അംഗീകരിക്കുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ആക്ഷേപശരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഖ്യകക്ഷികളുടെ ഇടയിൽ കോൺഗ്രസിന് ഉണ്ടാകുന്ന നാണക്കേട് വേറെയുമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇത് കോൺഗ്രസിന്റെ മാത്രമായിട്ടുള്ള ഒരു വിഷയം എന്ന നിലയ്ക്കാണ് ഇത് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എങ്കിൽ ആ വിഷയങ്ങളുടെ ഒരു എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി ഇല്ലാത്ത നിരവധി സഖ്യകക്ഷികൾ UDF-ന്റെ ഭാഗത്തുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു UDF സമ്മേളനം ഇത്തവണ ഉണ്ടാകണമെന്ന് അവർക്കും ആഗ്രഹങ്ങളുണ്ടാവും, അവരുടെ പാർട്ടിക്ക് ആഗ്രഹമുണ്ടാകും. പക്ഷെ അതിനെയെല്ലാം തന്നെ ഒറ്റയ്ക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഹൈജാക്ക് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടിമുടി പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതൊരു വസ്തുത. പക്ഷെ അതെങ്ങനെ കോൺഗ്രസിന് പരിഹരിക്കാൻ കഴിയും? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വരുന്ന ആ സ്റ്റൈൽ കാണുമ്പോൾ തന്നെ അത് ആലോചിച്ച് ഉറച്ചെടുത്ത തീരുമാനമാണ്. അതിന് ഒരു കൂട്ടം നേതാക്കളുടെ പിന്തുണയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. അപ്പോൾ പൊടുന്നനെ ഒറ്റ ദിവസം വന്നു പോവുക എന്നൊരു ഉദ്ദേശമായിരിക്കില്ലല്ലോ അതിനുണ്ടാവുക. സഭാ സമ്മേളനത്തിൽ മുഴുവൻ ദിവസവും വരിക എന്നുള്ളത് തന്നെ ആയിരിക്കില്ലേ? അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകണം. പക്ഷെ അത് പരസ്യമായിട്ടൊരു നിലപാടെടുക്കുവാനും കോൺഗ്രസിന് കഴിയില്ല. കാരണം കോൺഗ്രസ്സുകാരനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുന്നതിനെ നമുക്ക് ആർക്കും എതിർക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന് അതിനുള്ള ജനാധിപത്യപരമായിട്ടുള്ള അവകാശം പാലക്കാട്ടെ വോട്ടർമാർ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചതാണ്. അദ്ദേഹം സഭയിൽ നിന്ന് അകാരണമായിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അത് പാലക്കാട്ടെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഡെമോക്രസിയിലുള്ള അദ്ദേഹത്തിന്റെ റൈറ്റ് എക്സസൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ സഭയിൽ വരുന്നത്. പക്ഷെ അവിടെ ഉണ്ടാകാവുന്ന കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് മാത്രമല്ല പാലക്കാട്ടുകാർ വോട്ട് ചെയ്യുന്നത്, കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസൻസ് കോൺഗ്രസ് എന്നുള്ള പാർട്ടിയെ അവിടെ ദുർബലപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഇതൊരു ട്രേഡ് ഓഫ് ആണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇല്ലാതെ ഇരുന്നാലും ഈ ചോദ്യങ്ങളെല്ലാം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്തും കോൺഗ്രസ് ഒരുപക്ഷെ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതല്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ല, പക്ഷെ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെ ഡിഫെൻഡ് ചെയ്യേണ്ടത് ആവശ്യങ്ങൾ ഉണ്ടാകും. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇരിക്കെ അതിനാരെങ്കിലും ധൈര്യപ്പെടുമോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നടപടി അവിടെ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി കാണേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഓൺ ചെയ്യേണ്ടത് ആവശ്യം സത്യത്തിൽ ഇപ്പോൾ അവിടെ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന ഏതാണ്ട് 40ഓളം വരുന്ന UDF-ന്റെ അംഗങ്ങൾക്ക് ആർക്കും തന്നെ ഇല്ല. പക്ഷെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആരെങ്കിലും അതിന് ശ്രമിക്കുമോ എന്നുള്ളതാണ്. അതായത് നമ്മളെല്ലായ്പ്പോഴും കോൺഗ്രസിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പിസം അല്ലെങ്കിൽ ഫാക്ഷണലിസം എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുക.
അപ്പൊ പുതുതായിട്ടുള്ള എന്തെങ്കിലും ഗ്രൂപ്പ് ഓഫ് സമവാക്യങ്ങളുണ്ടോ, രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ തുടങ്ങിയ രീതിയിലത്തേക്കുള്ള ചർച്ചകൾ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും മാധ്യമങ്ങൾ അതിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിസന്ധിയിലാകേണ്ടതും കുറച്ചൊന്ന് മുൻകരുതൽ എടുക്കേണ്ടതും ഭരണപക്ഷമാണ്. പക്ഷെ ഭരണപക്ഷത്തിന് കൈയും വീശി ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അടിക്കാനുള്ള വടി കയ്യിൽ കിട്ടിയാലും അത് ശക്തമായിട്ട് അടിക്കാൻ കഴിയുമോ കോൺഗ്രസിന് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. രാഹുൽ സഭയിൽ ഉള്ളതിനേക്കാൾ ഇല്ലാത്തതിനേക്കാൾ ഒരുപക്ഷെ കോൺഗ്രസിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അദ്ദേഹത്തിന്റെ സഭയിലെ സാന്നിധ്യമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ശരി, ശ്രീ വസന്ത് തെങ്ങുമ്പോൾ, ഇപ്പോൾ തന്നെ കസ്റ്റഡി മർദ്ദനങ്ങളിൽ സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു. LDF കൺവീനർ ഇക്കാര്യം പറഞ്ഞു. അത് മാത്രമല്ല, LDF യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിവായിട്ടുള്ളത്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇതൊക്കെ, അതിനെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ നിയമസഭയിൽ ആ വിഷയത്തിൽ എന്താണ് സർക്കാർ എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് വ്യക്തമായി കഴിഞ്ഞു. അതായത് പോലീസിൽ നിന്ന് ഒരു വീഴ്ചയും ഉണ്ടാകുന്നില്ല എന്നാണ്. അതായത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധത്തെ പൊതുസമൂഹവും അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. കാരണം പോലീസിന്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ദുർബലമാകുന്നത് അതെന്തുകൊണ്ടാണ്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന തലവേദന ഉള്ളത് കൊണ്ടാണ്. അത് ഇറക്കി വെക്കുവാനാണ് നിങ്ങളുടെ നേതാക്കൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. ശ്രീ വസന്ത് തെങ്ങുംപള്ളി നിഷേധിക്കാനാകാത്ത കാര്യമാണ്. അല്ല, നോക്കൂ ശ്രീ മഞ്ജുഷ്, അങ്ങ് പറഞ്ഞത് ശരിയാണ്. പോലീസ് അട്രോസിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്ത് ഉയർന്നു വരുന്നതിനെയൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറഞ്ഞ് കണ്ണടച്ചു കളയാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പക്ഷേ ഈ സർക്കാർ വന്ന കാലം തൊട്ട് ഇന്ന് വരെ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അയ്യരുകളിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം കുറഞ്ഞ പക്ഷം ഒരു 100 ഒറ്റപ്പെട്ട സംഭവങ്ങളും 100 ഒറ്റപ്പെട്ട പോലീസ് അട്രോസിറ്റിയും ഈ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട്. അത് പിണറായി വിജയൻ മനസ്സിലാക്കിയാൽ മതി. ഇനി മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിയമസഭയിലും വെളിയിലും അത് മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾക്കറിയാം. അതിൽ രാഹുൽ മാങ്കൂട്ടം വിഷയമൊന്നും യാതൊരു തടസ്സവും സൃഷ്ടിക്കില്ല എന്ന പ്രതീക്ഷയും എന്ന വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. ചോദിക്കട്ടെ, M മുകേഷ് അവിടെ ഭരണപക്ഷത്തുണ്ടല്ലോ അല്ലെ, ഗണേഷ് കുമാർ ഉണ്ടല്ലോ അല്ലെ, AK ശശീന്ദ്രൻ ഉണ്ടല്ലോ അല്ലെ, ഇങ്ങനെ തുടങ്ങി FIR-ഉം കേസ് ഡയറിയും ഇട്ട കേസ് ഫയൽ കോടതിയിൽ നിൽക്കുന്ന കേസിലെ വിവിധ സ്ത്രീപീഡന കേസിലെ ആരോപണ വിധേയരല്ല പ്രതി ചേർക്കപ്പെട്ട പ്രതികൾ, ആ പ്രതികൾ ആ സഭയിൽ ഇരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ മാത്രം ഞങ്ങളെ ഡിഫെൻഡ് ചെയ്ത് കളഞ്ഞേക്കാം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അത് വെറുതെയാണ് എന്ന് സർക്കാർ മനസ്സിലാക്കാൻ പോകും. എന്താണെന്ന് വെച്ചാൽ ഒറ്റക്കെട്ടായിട്ട് ഭരണപക്ഷം ആ പറയുന്ന ആളുകളെ, അവർ മഹാന്മാരെന്ന് അല്ല പറയുന്നത്, ആ പറയുന്ന ആളുകളെ, ആ പറയുന്ന MLA-മാരെ സംരക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പരസ്യമായിട്ട് നിങ്ങൾ തള്ളിപ്പറയുന്നു, ഒളിഞ്ഞിരുന്ന് നിങ്ങൾ സഹായിക്കുന്നു, പിന്നെ കുറച്ച് നേതാക്കൾ അദ്ദേഹത്തിന് അകമ്പടിയായിട്ട് നിയമസഭയിലേക്ക് വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇരട്ടത്താപ്പ് നിങ്ങൾക്കുണ്ട് എന്നതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾക്കൊരു തലവേദനയാണ്. ഈ തലവേദന മാറ്റുന്നതിന് വേണ്ടി നിങ്ങളുടെ നേതാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല. അതല്ലായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ചിലപ്പോൾ നിയമസഭയിൽ വരാൻ പോലും പറ്റുമായിരുന്നില്ല. അത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുമായിരുന്നു. അത് സംഭവിക്കുന്നില്ല, അതാണ് പ്രശ്നം. അല്ലല്ലോ, ഞങ്ങൾ CPM-നെ പോലെ പൊതുസമൂഹത്തിന് മുമ്പാകെ വന്ന് ഇതിന് തീവ്രത കുറവാണ്, ഈ തീവ്രത അളക്കപ്പെട്ടു, അത് പാർട്ടി കോടതി തീരുമാനിച്ചു, തീവ്രത കുറവാണ് എന്ന് പറയുന്നില്ലല്ലോ. ഞങ്ങൾ M മുകേഷിന്റെ കേസിൽ 2 വർഷം ശിക്ഷിക്കപ്പെട്ടാൽ മാത്രം മാറി നിന്നാൽ മതി എന്ന് പറയുന്ന സംസ്ഥാനത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി വഹിക്കുന്ന പാർട്ടിക്കാരിയല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി വഹിക്കുന്ന P സതീദേവിയെ പോലെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയല്ലല്ലോ. ഞങ്ങൾ പരസ്യമായ ഒരു നിലപാടെടുത്തു. ഈ സംസ്ഥാനത്ത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഒരു പാർട്ടിയും എടുക്കാത്ത നിലപാടാണ്. ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി, അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരട്ടെ, അതുവരെ തൽക്കാലം പാർട്ടിയുമായി യാതൊരു ബന്ധവും വേണ്ട എന്ന് തീരുമാനിച്ചു. ഈ അങ്ങ് ചോദിക്കുന്നത് പോലെ അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചു എന്നൊക്കെ പറഞ്ഞ ആയിരക്കണക്കിന് പേരൊന്നുമല്ല. ആകപ്പാടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ നേമം ഷുജീറും റെനോ പി രാജനും ഇവർ ദീർഘകാലത്തെ സൗഹൃദമുള്ളവരാണെന്നേ. രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് നാളെ തൊട്ട് കോൺഗ്രസ്സുകാരും അദ്ദേഹത്തോട് മിണ്ടരുത് എന്ന് പറയാൻ പറ്റുമോ? ശ്രീ നേമം ഷജീറിന്റെ വണ്ടിയിലാണ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ എല്ലാ പ്രാവശ്യവും അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അത് ഇതിനു മുമ്പ് നിങ്ങൾ ന്യൂസ് 18 അടക്കം വാർത്ത ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നേമം ഷജീർ അദ്ദേഹവുമായി എത്രയോ കാലമായി ബന്ധമുള്ള ആളാണ്. അപ്പൊ ഇന്ന് രാവിലെ കണ്ടേക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്തേക്കാം എന്ന് തീരുമാനിച്ചു എന്നെങ്കിൽ യാതൊരു തെറ്റും പാർട്ടി കാണുന്നില്ല, നമ്മൾ കാണുന്നില്ല. പക്ഷേ പാർലമെന്റിൽ താങ്കൾ കാണുന്നില്ലായിരിക്കും, പാർട്ടിയിൽ വലിയ വിമർശനമാണ് ഇക്കാര്യത്തിൽ. അല്ലാതെ ഇത് കോൺഗ്രസ് പാർട്ടിയാണ് ശ്രീ മഞ്ജുഷ്, അല്ലാതെ ഞങ്ങൾ ഏതെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചു എന്ന് പറഞ്ഞ് നാളെ രാവിലെ ഇന്നോവ വാടകയ്ക്കെടുത്ത് ഭാഷാ സ്റ്റിക്കർ ഒട്ടിച്ച് ആരുടെയും വീട്ടിലേക്കൊന്നും പറഞ്ഞു വിടില്ല. ഈ പാർട്ടിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് 885 തൊട്ട് ഇന്ന് വരെ ഉണ്ട്. ആ അഭിപ്രായങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്ത് ഏറ്റവും അവസാനം ഒരു അഭിപ്രായത്തിലേക്ക് എത്തും. അതാണ് പാർട്ടിയുടെ അഭിപ്രായം. ആ
ആ അഭിപ്രായമാണ് പാർട്ടിയുടെ അഭിപ്രായമായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അത് നടപ്പിലാക്കി കഴിഞ്ഞു. അത് ചെയ്യാനുള്ള ആർജവത്തിന്റെ 1000-ൽ CPM കാണിക്കട്ടെ. മുകേഷിനെ കൊണ്ട് രാജിവെപ്പിക്കട്ടെ. അടുത്ത സെക്കൻഡിൽ രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് ഞങ്ങൾ രാജിവെപ്പിക്കാം. ആർജവമുണ്ടോ മുകേഷിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ? FIR മുകേഷിന്റെ കാര്യത്തിൽ എന്തായിരുന്നു നിലപാട്? ആദ്യം പറഞ്ഞ കേസ് പരാതി വന്നു, പിന്നെ പറഞ്ഞ FIR വന്നു, പിന്നെ പറഞ്ഞ കേസ് ഡയറി വന്നു, പിന്നീട് പറഞ്ഞ കോടതി സ്റ്റേറ്റ്മെന്റ് നടത്തി. ഇനി എന്തിന് കാത്തിരിക്കാന്നേ? ശരി, ശ്രീ ജേക്കബ് ജോൺ, ഇതൊക്കെ ശരിയാണ്. വസന്ത് അകമ്പള്ളി പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഭരണപക്ഷത്തിന് ഇക്കാര്യത്തിൽ ഒരു അവകാശവുമില്ല, ധാർമ്മികത പറയുവാനുള്ള അവകാശവുമില്ല. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പറയുന്ന ഡിഫൻസ് ഉണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നത് കൂട്ടുകാരോടൊപ്പമാണ്, അവർ കോൺഗ്രസ്സുകാരാണ്, ശരിയാണ്. പക്ഷേ ദീർഘകാലത്തെ സൗഹൃദമുള്ളവരാണ്, അതുകൊണ്ട് വന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് പാർട്ടിക്കാർക്ക് ഇത് ബോധ്യമാകുമോ? അത് ബോധ്യമാകാത്തത് കൊണ്ടല്ലേ പാർട്ടി ഭാരവാഹി യോഗത്തിൽ തന്നെ ഇക്കാര്യത്തിൽ വിമർശനം ഉണ്ടായത്? മാത്രമല്ല, ഇത് പൊതുസമൂഹം വളരെ ശ്രദ്ധയോടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. എന്താണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്നുള്ളത്? അത് ഇരട്ടത്താപ്പുള്ളതാണോ, വെള്ളം ചേർക്കുന്ന നിലപാടാണോ, ഓരോ നേതാക്കളും എന്തൊക്കെയാണ് പറയുന്നതെന്ന്? ഇപ്പോൾ തന്നെ അടൂർ പ്രകാശ് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ ആദ്യം തന്നെ പറയുന്നു, അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. അത് രാഹുൽ തീരുമാനിക്കട്ടെ എന്നല്ല പറഞ്ഞത്. അത് വന്നതുകൊണ്ട് എന്ത് കുഴപ്പമാണുള്ളതെന്നാണ് ചോദിച്ചത്. പിന്നെയും പല നേതാക്കളും ഇതേ നിലപാട് തന്നെ പറയുമ്പോൾ അവിടെ രാഹുലിനെതിരെ എടുത്ത നടപടി അതിൽ സത്യസന്ധത ഉണ്ടോ എന്നുള്ള സംശയം വരികയായിരുന്നു. എനിക്ക് തോന്നുന്നു അടൂർ പ്രകാശ് ഇടയ്ക്ക് വെച്ച് അത് നിർത്തുകയും ചെയ്തു. അത് മറ്റു വലിയ സമ്മർദ്ദത്തിലുമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ നേതാക്കളുടെ ടോണിൽ വ്യത്യസ്തമായ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചിലർ വളരെ മൃദുവായിട്ട് പറയുന്നു, VD സതീശനെ പോലെയുള്ളവർ വളരെ കടുത്ത് തന്നെ ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നു, അല്ലേ? അത് വസന്ത് കോൺഗ്രസ് പ്രവർത്തകൻ, നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അതേ പറയാൻ കഴിയൂ. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ സമർത്ഥമായിട്ട് ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പാർട്ടിയുടെ നിലപാടാണ്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം അത് വളരെ വിദഗ്ധമായിട്ട് പ്രഗത്ഭമായിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്തു. സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ, കേരള സമൂഹം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി ഇന്ന് എന്തൊക്കെയാണെങ്കിലും പണാപഹരണത്തിനോ മറ്റ് എന്തെങ്കിലും വഴിവിട്ട നടപടിക്കോ അല്ല അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നത്. നമുക്കറിയാമെങ്കിൽ അങ്ങേയറ്റം അപലപനീയമായ, അങ്ങേയറ്റം നീചമായ കൃത്യങ്ങൾ പലരോട്, പല യുവതികളോട് കാണിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നത്. പാർട്ടിക്ക് ബോധ്യമായത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ചില പെൺകുട്ടികളുടെ പരാതി കിട്ടിയതിൻ്റെ വെളിച്ചത്തിലാണ് നടപടിയെടുത്തത് എന്നാണ്. അത്രയും വരെ സ്പഷ്ടമായിട്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പൊതുസമൂഹത്തിൽ, പത്രസമ്മേളനത്തിൽ പലതവണ പറഞ്ഞു. അതുകൊണ്ട് ഇദ്ദേഹം ചെയ്തത് ഒരു പൊറുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നാളെ മോചിതനായിട്ട് തിരിച്ചു വരാം, പൊതുസമൂഹത്തിലേക്ക് വരാം, രാഷ്ട്രീയത്തിലേക്ക് വരാം, ഈ സ്ഥാനമാനങ്ങളെല്ലാം തിരിച്ചു കിട്ടും എന്നർത്ഥമില്ല. അതൊരു സ്വാഭാവികമായിട്ടും മഞ്ജുഷേ, ഒരു സ്ഥാനം കിട്ടിയാൽ അതനുസരിച്ച് ഏത് വ്യക്തിയും, ഇപ്പം നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാ ഈ കുസൃതികളും കാണിക്കും. പക്ഷേ കോളേജിലെ MAയും MSc ഒക്കെ കഴിഞ്ഞിട്ട് കോളേജ് അധ്യാപകനായാലോ അത് അദ്ദേഹത്തിൻ്റെ കെട്ടും മട്ടും മാറും, വളരെ മാന്യമാവും. കുറച്ച് ഒരു വഴി കഴിഞ്ഞാൽ സദാചാര വക്താവും കൂടിയാവും. അതാണ് ആ ഒരു സ്ഥാനത്തെത്തുമ്പോൾ, അങ്ങനെ ഒരു സ്ഥാനത്തെത്തുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശേഷിയുള്ളവന് മാത്രമേ ആ രംഗത്ത് ഉയരാൻ കഴിയൂ. കോളേജ് അധ്യാപകൻ ഇതുപോലെയൊക്കെ വൃത്തികേട് കാണിച്ചാൽ എന്തായിരിക്കും ആ സമൂഹത്തിൽ? കോളേജിലെ അന്തരീക്ഷം എങ്ങനെയായിരിക്കും? പിള്ളേരെ സംബന്ധിച്ച് കൊടുക്കുമോ? അതേപോലെയല്ലേ രാഷ്ട്രീയം. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന സ്ഥാനം വെള്ളിത്തളികയിൽ വെച്ച് തെരഞ്ഞെടുപ്പിലൊക്കെയാണ് കൈ കിട്ടിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്. അതേപോലെ പാലക്കാട് MLA സ്ഥാനം വലിയ പ്രശ്നമൊന്നുമില്ലാതെ നല്ല ഭൂരിപക്ഷത്തിന് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരിക്കെ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം. എങ്കിലും ഒരു മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത്തരം ശിക്ഷകൾ വലിയ ശിക്ഷ തന്നെയാണ്, അത് അനുഭവിച്ചേ പറ്റൂ. അതെങ്ങനെ വേണം എന്നുള്ളത് കോൺഗ്രസിന് തന്നെ ഉത്തരവാദിത്വമുണ്ട്. ഇതിൽ കോൺഗ്രസ് നേതൃത്വം വിട്ടുവീഴ്ച കാണിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രഹരമേൽക്കാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും. ഇതേക്കുറിച്ച് VD സതീശന് നല്ല നിശ്ചയമുണ്ട്. അദ്ദേഹം നിലപാടുള്ളയാളാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവ് വ്യക്തമായ പല കാര്യങ്ങളിലും
PV അൻവറിൻ്റെ കാര്യം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള നിലപാട് അത് VD സതീശൻ്റെ ശക്തമായ ഏറ്റവും കരുത്തേറിയ നിലപാടാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് ലാഭക്കച്ചവടമോ നഷ്ടക്കച്ചവടമോ ഒന്നും ആലോചിച്ചില്ല. നിലപാടെടുക്കാൻ ശേഷിയുള്ള ആൾ തന്നെയാണ് VD സതീശൻ, യാതൊരു സംശയവുമില്ല. ആ VD സതീശൻ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുത്തിരിക്കുന്നു. PV അൻവറിൻ്റെ വിഷയത്തിന് ശേഷം എടുത്ത ഒരു ശക്തമായ നിലപാട്, ആ നിലപാടിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതൊക്കെ വലിയ കാര്യമാണ്. അതിനെ നിഷേധിക്കാനും അതിൻ്റെ വില കുറയ്ക്കാനും കേരള സമൂഹത്തിൽ VD സതീശൻ്റെ വില കുറയ്ക്കാനുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയ്യോ കഷ്ടം എന്നേ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം നേതാക്കളെ വലിയ വിഭാഗം എന്ന് പറയണ്ട മഞ്ജുഷ, അത്ര വലിയ വിഭാഗമൊന്നുമില്ല, അതെനിക്കറിയാം. അത്ര ചെറുതാണോ? അത്ര ചെറുതുമല്ല, പക്ഷേ എ ഗ്രൂപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ എ ഗ്രൂപ്പ് ഒന്നും പറയാൻ പറ്റത്തില്ല. എ ഗ്രൂപ്പ് ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ KPCC നേതൃത്വം ശക്തമായ നിലപാടെടുക്കട്ടെ, വടിയെടുക്കട്ടെ, കാണാം എവിടെ നിൽക്കും രാഹുൽ മാങ്കൂട്ടം. ഷാഫിയുടെ പേര് പറയാമല്ലോ. ഷാഫിയുടെ പേര് പറയാം. ഷാഫി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ. ഷാഫി ഒന്നും വന്നില്ലല്ലോ, ഭാരവാഹി വന്നിട്ടില്ല. ഷാഫി ഒരു അക്ഷരം ഈ വിഷയത്തെ ഷാഫി അതെ ഇന്നത്തെ ഒരു സുപ്രധാനമായ യോഗമല്ലേ നടത്തുന്നത്? അതെ അതെ. ഷാഫി കാസർഗോഡ് ഒരു സമരം ഉദ്ഘാടനം ചെയ്യുന്നതാണോ ഭാരവാഹി യോഗത്തിൽ? ആയിക്കോട്ടെ. പക്ഷേ അദ്ദേഹം ഈ വിഷയത്തിൽ എന്താ സംസാരിച്ചിട്ടുള്ളത്, എന്താ പറഞ്ഞിട്ടുള്ളത്? റെജി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരക്ഷരം കമാന്നൊരക്ഷരം. എനിക്ക് വലിയ ഇഷ്ടമുള്ള നേതാവാണ്. ഞാൻ കഴിഞ്ഞ നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പെർഫോമൻസ് വളരെയധികം ആസ്വദിച്ചിട്ടുള്ള ആളാണ്. അടിയന്തര പ്രമേയമൊക്കെ കൊടുക്കാൻ അങ്ങോട്ട് ഏൽപ്പിച്ചാലുണ്ടല്ലോ, അല്ല നല്ല മണി പോലെ അദ്ദേഹം കൈകാര്യം ചെയ്യും. പക്ഷേ ഈ നിലപാട് കോൺഗ്രസ് പാർട്ടി, യൂത്ത് കോൺഗ്രസ് നേതൃത്വമൊക്കെ വളരെ ശക്തമായ ഒരു വലിയ ഭീകരമായ നാണം കെട്ട വെല്ലുവിളി നേരിടുമ്പോൾ എവിടെ ഷാഫി പറമ്പിൽ എന്ന ചോദ്യം ഇന്ന് സമൂഹത്തിലുണ്ട്. ഷാഫി ഒറ്റ കാര്യമേ എപ്പോഴും പറയുന്നുള്ളൂ, എല്ലാം കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം. അത് അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്, അദ്ദേഹം കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റാണ്. തീർച്ചയായിട്ടും അദ്ദേഹവും അതിനകത്ത് കക്ഷി ചേരേണ്ടതാണ് പരസ്യമായിട്ട്. പക്ഷേ ഈ നിശബ്ദത കേരള സമൂഹം സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, റജി അതിനുള്ള മറുപടി. അല്ല, ഇതിലൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു കളിക്കും നിൽക്കുകയില്ല. അതിന് പിന്നിൽ ചില കൃത്യമായ അജണ്ടകളുമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യാം, പക്ഷെ അതിലേക്കൊന്നും വരുന്നില്ല. പക്ഷേ ഇത് കോൺഗ്രസിന് മോശമാണ്. VD സതീശൻ എന്ന നേതാവിനെ സൈബർ ആക്രമണത്തിന് കൊടുത്തുകൊണ്ട് മറഞ്ഞിരിക്കുന്ന നേതാക്കളുണ്ട്. എല്ലാം കോൺഗ്രസ് പറയും, കോൺഗ്രസ് നേതൃത്വം പറയും, നിലപാട് പറയും, എല്ലാം വ്യക്തമാക്കിയതാണ് എന്ന് പറഞ്ഞ് കൈകഴുകിയിരിക്കുന്ന നേതാക്കൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്ന് നിയമസഭയിൽ എത്തിച്ചതും. നോക്കൂ ശ്രീ മഞ്ജുഷ്, ഈ പാർട്ടിയുടെ വ്യക്തമായ നിലപാട് ബഹുമാനായ വസന്ത് തെങ്ങമ്പള്ളി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ ഈ ഷാഫി പറമ്പിലിനെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അദ്ദേഹം പാർട്ടി നേതൃത്വം എടുത്ത നിലപാടിനോട് 100% യോജിപ്പാണ്. ഇനി അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ പറയും പാർട്ടിയിൽ എതിരഭിപ്രായമുണ്ടെന്ന് പറയും. പക്ഷേ ഇത് ഐക്യകണ്ഠേന എടുത്ത ഒരു തീരുമാനമാണ്. അതൊന്ന്. 2, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്ന വിഷയവുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹത്തിന് നിയമസഭാ അംഗത്വത്തിൽ നിന്ന് പാർട്ടി വിലക്കിയിട്ടില്ല. കാരണം പൊതുസമൂഹത്തിൽ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ അത് തെളിയിക്കാനുള്ള ബാധ്യത പരാതി കൊടുക്കേണ്ടവരാണ്. അതൊരു ഭാഗത്ത്. ഇനി അദ്ദേഹം പൊതുസമൂഹത്തിൽ ഒരു ആരോപണം തെളിയിക്കേണ്ടത് ആ ബാധ്യത പരാതിക്കാർക്കാന്ന് പറഞ്ഞ് ഇനി പാർട്ടി കൈകഴുകാൻ പറ്റില്ല. പാർട്ടിയുടെ സമുന്നത നേതാക്കൾക്ക്, പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ഓരോ ദിവസവും പറയുന്നുണ്ടായിരുന്നു, പാർട്ടിക്ക് ബോധ്യമായ കാര്യങ്ങളാണ്, ഇതിൽ ഇനി ചർച്ചയില്ല, ഇനി ഇതിലൊരു പുനഃപരിശോധന ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞതാണ്. നോക്കൂ, പൊതുസമൂഹത്തിൽ അത്തരം ഒരു വിവാദം ഉടലെടുത്ത ഘട്ടത്തിൽ തന്നെ അത് എതിരാളികൾ, അതായത് രാഷ്ട്രീയ എതിരാളികൾ അതിൽ മുതലെടുപ്പ് നടത്താതിരിക്കാൻ വേണ്ടി ഏറ്റവും ഉയർന്ന ധാർമ്മികതയോടുകൂടി ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ MLA എന്നുള്ളത് പാലക്കാടിലെ ജനവിഭാഗമാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് MLA സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇന്ന് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ പോയി എന്ന് പറയുമ്പോൾ നിയമസഭാ ചട്ടങ്ങളെക്കുറിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നിയമസഭാ ചട്ടങ്ങളിൽ ഒരു MLAക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നിലനിർത്തണമെങ്കിൽ തുടർച്ചയായി 15 ദിവസത്തിലധികം കാലം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കാനാവില്ല.
അത് ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം 60 തുടർച്ചയായ ദിവസങ്ങൾ ഉണ്ടെങ്കിൽ പോലും 15 ദിവസത്തിനപ്പുറമുള്ള ഒരു ആബ്സെൻസ് ഇൻ കേസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ കാര്യം രേഖാമൂലം അറിയിക്കണം. അതേസമയം ഒരു സമ്മേളനത്തിൽ അതിൻ്റെ സന്നിഹിതനാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ സമ്മേളനം, അതായത് ഈ 15ാം നിയമസഭയുടെ 14ാം സമ്മേളനം ഒക്ടോബർ 10-ാം തീയതി വരെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം അദ്ദേഹം MLA സ്ഥാനം നിലനിർത്തുവാൻ നിർബന്ധമായും നിയമസഭയിൽ ഹാജരാകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വം നിലനിർത്താൻ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചരമോപചാരമാണ് നിയമസഭയിലെ ഇന്നത്തെ കാര്യപരിപാടി പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ആദ്യ ദിവസം അദ്ദേഹം ഹാജരായാൽ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അദ്ദേഹം ഒരു ഉത്തമമായിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ കോൺഗ്രസ് വിശ്വാസി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇനി ഒരു പക്ഷേ ഹാജരാകുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വത്തിന് കുഴപ്പം വരുന്നില്ല. നിയമസഭ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിയമസഭയുടെ നടപടികളും കീഴ്വഴക്കങ്ങളും എന്ന പുസ്തകത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് വ്യക്തമായ വിവരം കൊടുത്തിട്ടുണ്ട്. അതായത് 15 ദിവസത്തിനപ്പുറത്തേക്കുള്ള ഒരു കാലഘട്ടം തുടങ്ങിയ ദിവസം മുതൽ ദിവസങ്ങൾ എണ്ണിപ്പോയാൽ 15 ദിവസത്തിനപ്പുറത്തേക്കുള്ള ഒരു ആബ്സെൻസ്, ഒരു അസാന്നിധ്യം ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് വിവരം സ്പീക്കറെ അറിയിക്കേണ്ടതാണ് എന്നാണ് കീഴ്വഴക്കത്തിൽ പറയുന്നത്. അപ്പോൾ അത് ഇവിടെ ഒഴിവാക്കപ്പെടുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വം നിലനിർത്തുന്നതിന് നിശ്ചയമായും അദ്ദേഹം നിയമസഭയിൽ ഹാജരായി ആ രജിസ്റ്ററിൽ ഒപ്പുവെച്ചുകൊണ്ട് ആ ഒപ്പുവെക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും അദ്ദേഹത്തിനുണ്ട്. അതാണ് ഇന്ന് അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നതായി കാണാൻ കഴിയുന്നത്. ഇനി മറ്റുള്ള ദിവസങ്ങളിൽ ബഹുമാന്യനായ ശ്രീജിത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ അവിടെ ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടി അത് യഥാർത്ഥ, അതായത് ഇന്ന് ഈ ഭരണവിരുദ്ധ വികാരം അതിൻ്റെ അങ്ങേയറ്റം ശക്തമായി നിൽക്കുമ്പോൾ, അതായത് പോലീസ് മർദ്ദനം കൊണ്ട് ജനം ദുസ്സഹമായി പോകുമ്പോൾ, 78 വർഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ 78 വർഷം കഴിഞ്ഞപ്പോഴും ഇപ്പോഴത്തെ പോലീസിലെ ചിലർ നടത്തുന്ന സൈക്കോപാത്തായിട്ടുള്ള പെരുമാറ്റങ്ങൾക്കെതിരെ അതിശക്തമായ ജനവികാരം നമ്മുടെ കേരളത്തിൽ ഉടലെടുക്കുമ്പോൾ ആ വികാരത്തെ നിർത്തിക്കൊണ്ട് അതുപോലെ ഹെൽത്ത് ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ കത്ത് വിവാദം, അതുപോലെ ശബരിമല വിവാദം, ഇതെല്ലാം ഇങ്ങനെ ഈ സർക്കാരിനെതിരെ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അത് ഉണർത്തിക്കൊണ്ട് ജനമനസ്സുകളിൽ നിർത്തിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു വലിയ ബാധ്യത കോൺഗ്രസ് പ്രസ്ഥാനത്തിനുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഒരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ സമയം മാധ്യമങ്ങൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ സമയം അതിനുവേണ്ടി നൽകിയിരുന്നു. കാരണം അത് ഇന്ന് അദ്ദേഹം ഹാജരാകുമോ ഇല്ലയോ എന്നുള്ള വിഷയങ്ങൾ അങ്ങനെ ഒരു വലിയൊരു ചർച്ച നടക്കുന്ന സമയത്താണ് വന്നത്. അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയത്. പിന്നെ ഈ സഭയിൽ പങ്കെടുക്കാതിരുന്നാൽ വിലക്ക് വരും എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ തീർച്ചയായിട്ടും 60 ദിവസം പങ്കെടുത്തില്ലെങ്കിൽ മാത്രമേ ചട്ടം പറയുന്നുള്ളൂ. കീഴ്വഴക്കത്തിലുള്ള പുസ്തകത്തിൽ 611ാമത്തെ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒക്ടോബർ 9 വരെയാണ് ഈ നിയമസഭാ സമ്മേളനം ഉള്ളത്. അതിലേക്ക് ആകെ സഭ സമ്മേളിക്കുന്നത് ഏതാണ്ട് 12 ദിവസമോ മറ്റേ ഉള്ളൂ. തുടർച്ചയായ അവധിയാണ്. അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാൻ അന്വേഷിച്ചു, അങ്ങനെ ഒരു പ്രശ്നമില്ല. തുടർച്ചയായിട്ട് അവധി വരികയാണ്. ആകെ 12 ദിവസമാണ്. അവിടെ 60 ദിവസത്തിന്റെ കണക്ക് എവിടെയാണ് വരുന്നത്? അങ്ങ് നിയമസഭ പ്രസിദ്ധീകരിച്ച ദിവസത്തിനപ്പുറം ആബ്സെന്റ് വരികയാണെങ്കിൽ അത് സംബന്ധിച്ച് സഭയുടെ PV മുമ്പ് എപ്പോഴേ അവർ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ എത്രയായാലും പരമാവധി തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് ആബ്സെൻസ് എത്ര ദിവസം വരും? 4 ദിവസം ലീവ് അപേക്ഷ കൊടുക്കേണ്ടി വരും. പക്ഷേ ഹാജരായാൽ അതിന്റെ ആവശ്യമില്ല. ഇനി അദ്ദേഹത്തിന് ഈ തുടർച്ചയായിട്ടുള്ള സമ്മേളനത്തിൽ ഒരു ദിവസം പോലും ഹാജരായില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വത്തിന് ഒരു പ്രശ്നം വരുന്നില്ല. നിയമസഭാ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തിനോട് കത്ത് മുഖേന ആവശ്യപ്പെടത്തില്ല എന്തുകൊണ്ട് ഹാജരാകുന്നില്ല എന്നുള്ളത്. 15 ദിവസത്തിനപ്പുറം പോയി കഴിഞ്ഞാൽ കീഴ്വഴക്കം അനുസരിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് അദ്ദേഹത്തിന് കത്ത് കൊടുക്കും എന്തുകൊണ്ട് നിയമസഭയിൽ ഹാജരാകുന്നില്ല. അല്ലല്ല, 25 ദിവസം ഒക്ടോബർ 10 വരെയാണ് നിയമസഭാ സമ്മേളനം. 12 ദിവസമേ ഉള്ളൂ. അതൊക്കെ വെറും സാങ്കേതികത്വമാണ്. അതൊക്കെ മറികടക്കുവാനുള്ള വഴികളൊക്കെ ഉണ്ട്. ഇത് അതൊന്നുമല്ല. ശ്രീ ജേക്കബ് ജോർജ് അങ്ങനെയുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. നിയമസഭ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ 611ാമത്തെ പേജിൽ ഈ കാര്യമുണ്ട്. ആർക്കും അത് നോക്കാവുന്നതേ ഉള്ളൂ. കീഴ്വഴക്കങ്ങൾ സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങളും കീഴ്വഴക്കങ്ങളും എന്നുള്ള പുസ്തകത്തിൽ 2ാം പതിപ്പ് വർഷങ്ങളായിട്ട് നിയമസഭാംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതൊക്കെ ഇതിനകത്തൊക്കെ അവർ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഹാജരായിരിക്കണം നിർബന്ധമായില്ല. അത് ഹാജരായല്ലോ, അതിനുവേണ്ടി ഹാജരായല്ലോ. അതെ, അല്ല, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ MLA സ്ഥാനത്ത് നിന്ന് പാർട്ടി അദ്ദേഹത്തെ എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ റെജി? എൻ്റെ അർത്ഥം എനിക്ക് എൻ്റെ MLA സ്ഥാനമാണ് വലുത്. കോൺഗ്രസിന്റെ പ്രതിച്ഛായയോ കോൺഗ്രസിന്റെ മുഖമോ അല്ല എൻ്റെ വിഷയം എന്ന രാഹുലിന്റെ ഒരു ആവശ്യം, ഒരു നിർബന്ധം, അത് തന്നെയാണ് ഇതിനകത്ത് അടിസ്ഥാന കാരണം. ശരി, ശ്രീ വസന്തകമ്പള്ളി, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെതിരെ നടപടി വേണോ വേണ്ടയോ, ഇക്കാര്യത്തിൽ എന്ത് നിലപാട് പറയാൻ കഴിയും? അല്ല, ആ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കും.
തൽക്കാലം ആ വിഷയം ഞങ്ങളുടെ മുമ്പിൽ തൽക്കാലമില്ല. അതിനെപ്പറ്റി പഠനം നടത്തി കൃത്യമായ നിലപാട് പാർട്ടി അതിനെ നിലവിൽ ഒരു അസ്വാഭാവിക സംഭവമായി കാണാൻ പറ്റില്ല. കാരണം നമ്മൾ ഷജീർ ശ്രീ രാഹുൽ മാങ്കൂട്ടുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരാളാണ്. വളരെ കാലങ്ങളായി ഒരുപക്ഷെ ഒരു പതിറ്റാണ്ടിലേറെ അങ്ങനെ ബന്ധം പുലർത്തുന്ന ഒരാളാണ് അയാൾ. സ്വാഭാവികമായും കഴിഞ്ഞ തവണകളിൽ എല്ലാം തിരുവനന്തപുരത്ത് യാത്ര ചെയ്യുന്നത് പോലെ ഇത്തവണയും ഒരുമിച്ച് യാത്ര ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങൾ ആരും ഫ്രണ്ട് കൽപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ഫ്രണ്ട് കൽപ്പിച്ച് സംസാരിക്കാനേ പാടില്ല എന്നല്ല പാർട്ടിയുടെ നിലപാട്. പാർട്ടിയുടെ നിലപാട് തൽക്കാലം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഇനി ബാക്കി നിലപാട് സ്വീകരിക്കേണ്ട സ്പീക്കറാണ്. CPM നേതാക്കൾ എന്താ പറഞ്ഞത്? സ്പീക്കറിന് പരാതി കൊടുക്കും, സ്പീക്കറിന് മുമ്പിൽ ഇതാ പരാതി വന്നു എന്നൊക്കെയല്ലേ. പക്ഷെ എൻ ഷംസീർ, ബഹുമാനപ്പെട്ട എൻ ഷംസീർ എന്താ പറഞ്ഞേ? തന്റെ മുമ്പിൽ ഒരു പരാതി ഇല്ല, ഇനി പരാതി കിട്ടിയാൽ അതിന്റെ നിയമവശം പഠിച്ചുകൊണ്ട് നിയമസാധുതയെ പറ്റി അന്വേഷിച്ചുകൊണ്ട് നിലപാടെടുക്കും. എടുത്തു ചാടിയില്ലല്ലോ അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനും അറിയാം ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ സഭയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നിയമ സംവിധാനങ്ങളൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടില്ല. ഒരു പരാതി പോലും ഇല്ലാത്ത, വെള്ളക്കീറ് കടലാസിൽ പരാതി പോലും ഇല്ലാത്ത വിഷയത്തിലില്ല. അങ്ങനെ മാറ്റി നിർത്തുകയാണെങ്കിൽ എൻ മുകേഷിനെ മുൻകാല നടപടി എന്ന രീതിയിൽ മുൻകൂട്ടി സാലറി കൊടുക്കുന്നത് പോലെ മുൻകൂട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. CPM അതിന് പ്രശ്നമൊന്നുമില്ല. അവര് 2012 സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് എഴുതി വെക്കുമായിരിക്കും. ഇനി ഈ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഒന്ന്, ശ്രീ രാഹുൽ മാങ്കൂട്ട MLA ആയി അദ്ദേഹത്തെ ഞങ്ങൾ മത്സരിപ്പിച്ചൊക്കെ ശേഷമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വരുന്നത്, ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരുന്നത്. പക്ഷെ മുകേഷിന്റെ കാര്യത്തിൽ എന്താണ് ശ്രീ മഞ്ജു? മുകേഷിന്റെ ആദ്യ ഭാര്യ സരിത പ്രസവ പാർട്ടി അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവന്ന്, ആനയും അമ്പാനെയും കൊണ്ടുവന്ന് കൊല്ലത്ത് മത്സരിപ്പിക്കുന്നത്. പിന്നീട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹേമ കമ്മിറ്റിയിൽ ഒരു പരാതിയുമില്ല. വെറുതെ ഞങ്ങൾ ഒരു കമ്മിറ്റി വെച്ചതാണ്. കുറച്ച് ഹേമ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി വെച്ച് കുറച്ച് മുൻ ജഡ്ജിമാർക്കൊക്കെ കപ്പലണ്ടിയും കശുവണ്ടി പതിപ്പും കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു കമ്മിറ്റി വെച്ചാണ് എന്ന് മന്ത്രി പറഞ്ഞെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുകേഷിന്റെ പേരിൽ നിരന്തരമായി വരുന്നു, വിവിധ ആരോപണങ്ങൾ വരുന്നു, പരാതി വരുന്നു, FIR വരുന്നു. അതിന് ശേഷമാണ് കൊല്ലം പാർലമെന്റിൽ മുകേഷിനെ മത്സരിപ്പിച്ചത്. നോക്കൂ, കുറ്റാരോപിതനായ ഒരാൾ അതിനു മുമ്പ് കുറ്റാരോപിതനാവാതിരുന്ന സമയത്താണ് ഞങ്ങൾ മത്സരിപ്പിച്ചതും ഞങ്ങൾ കൂടെ നിർത്തിയത്. കുറ്റാരോപിതനായപ്പോൾ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു കുറ്റം ഇല്ലെങ്കിൽ അത് തെളിയിച്ചു മടങ്ങി വരും. പക്ഷെ CPM-ന്റെ നിലപാടെന്താ? കുറ്റാരോപിതൻ എന്നല്ല, കുറ്റത്തിൽ പ്രതി ചേർക്കപ്പെട്ട ശേഷം മത്സരത്തിൽ കൊണ്ടുവരികയാണ്, മത്സരരംഗത്ത് കൊണ്ടുവരികയാണ്, പാർട്ടി പദവികൾ കൊണ്ടുവരികയാണ്, പാർട്ടി സമ്മേളനങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്, ആരെയും ചെഴുന്നള്ളിക്കുകയാണ്. ആ നിലപാടല്ല കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. അത് ജനം കാണുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ് അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരും പറയുന്നതല്ല ജനത്തിന്റെ മനസ്സിലുള്ളത്. അരിയാഹാരം കഴിക്കുന്നവർക്കല്ല ഇത് മനസ്സിലാവുന്നുണ്ട്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ തന്നെ ഈ വിഷയത്തിൽ എന്താണ് ഇത്തരം കാര്യങ്ങളിൽ പാർട്ടികൾ അനുവർത്തിച്ചു വരേണ്ട നിലപാട് എന്ന് നമുക്കെല്ലാം സ്റ്റഡി ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്താ സ്റ്റഡി ക്ലാസ്? 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടുന്ന കേസിൽ പ്രതി ചേർത്താൽ എന്നല്ല, 2 വർഷത്തിൽ കൂടുതലുള്ള കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രം മാറ്റി നിർത്തിയാൽ മതി എന്നാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പറഞ്ഞത്. അതാണ് നമ്മുടെ മുമ്പിലുള്ള ബെഞ്ച് മാർക്ക്. അപ്പൊ ആ ബെഞ്ച് മാർക്ക് പരിശോധിക്കണ്ടേ? CPM-നെ പോലെ ഒരു പാർട്ടിയല്ല കോൺഗ്രസ് എന്നും ജനങ്ങൾക്ക് മനസ്സിലായി. ഒരു കുറ്റം ആരോപിക്കപ്പെട്ടാൽ ആദ്യ സമയത്ത് അയാളെ മാറ്റി നിർത്തുകയും അയാൾ ആ കുറ്റത്തിൽ നിന്ന് പുറത്തു വരുന്നോടം വരെ അയാളെ ചേർത്ത് നിർത്താത്ത നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്നും മനസ്സിലായി. ഇനി 2, സഭയിൽ അയാൾ വരണ്ട എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് ശ്രീ B. റജി പറഞ്ഞ സാങ്കേതികത്വം അതിനകത്തുണ്ട്. ഇനി അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തോടോ അല്ലെങ്കിൽ മറ്റൊരു അംഗത്തോടോ, നിയമസഭാ അംഗത്തോടോ സഭയിൽ പ്രവേശിക്കാനേ പാടില്ല എന്ന് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഒരു പാർലമെന്ററി പാർട്ടിക്ക് പറ്റില്ല. അങ്ങനെ ശരിയാണത്, അറിയാവുന്ന കാര്യമാണ് ശ്രീ വസന്ത് അകമ്പള്ളി. ശ്രീ ജേക്കബ് ജോർജ് ഇന്ന് VD സതീശൻ ഇതേക്കുറിച്ച് പ്രതികരണം നടത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം വ്യക്തമായിട്ട് ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞതാണ്, പാർട്ടിയുടെ നിലപാട് പറഞ്ഞതാണ്, തന്റെ ബോധ്യം എന്താണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് VD സതീശൻ ഒന്നും മിണ്ടിയിട്ടില്ല. തികച്ചും അതൃപ്തനായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ വിഷയത്തിൽ. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ കാര്യത്തിൽ അദ്ദേഹം മൗനം പാലിക്കുന്നത്. അല്ല, VD സതീശനെ ഇതിനകത്ത് ഈ വിഷയത്തിൽ ഒരു വ്യക്തമായ ധാരണ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ആ ധാരണ പ്രകാരമാണ് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത്. ആ നടപടി കേരള സമൂഹത്തിൽ ചർച്ചാ വിഷയമായി. ആ നടപടിയിൽ ഉറച്ചു നിന്ന VD സതീശൻ്റെ ആ നിലപാട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ പ്രതിച്ഛായ കേരള സമൂഹത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ ഇന്ന് ഏതായാലും കോൺഗ്രസ്സിൽ ആരുമില്ല തൽക്കാലത്തേക്ക്. ആർക്കാണ് ശേഷിയുള്ളത്? ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ, അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ, അദ്ദേഹം കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെ പരസ്യമായി പിന്തുണയ്ക്കാൻ ആരെങ്കിലും വരുമോ മഞ്ജുഷ്?
ആർക്കെങ്കിലും വരാൻ പറ്റുമോ? നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മളോടൊപ്പം ഉള്ള നിരീക്ഷകർക്ക് ആർക്കെങ്കിലും പറ്റുമോ? ആർക്കും പറ്റത്തില്ല. ഏതാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചെയ്തികളെ അദ്ദേഹം എന്ത് കാരണത്താലാണോ സഭയിൽ കയറുന്നല്ല ഒറ്റപ്പെട്ട് നിൽക്കുന്നത്, നിയമസഭാ കക്ഷി അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്, ആ കാരണങ്ങളെ കുഴപ്പമൊന്നുമില്ല, രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ, സാരമില്ല, ഒരു പ്രശ്നവുമില്ല, അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ ശേഷിയുള്ള ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ കേരളത്തിലുണ്ടോ? അതായത് രാഹുലിനെ ന്യായീകരിക്കാൻ ആർക്കും കഴിയില്ല. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്നല്ലോ, ആണല്ലോ ഇപ്പോഴും ഷാഫി പറമ്പിൽ പോലും അതിനും തയ്യാറായിട്ടില്ല. അതായത് പരസ്യമായിട്ട് ന്യായീകരിക്കാൻ പറ്റില്ല, ഒളിഞ്ഞിരുന്ന് ന്യായീകരിക്കുന്നു. അതിന്റെ പ്രതിഫലനമാണല്ലോ നിയമസഭയിലേക്കുള്ള വരവ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഒളി ആക്രമണം നടത്തുന്നുണ്ട്, അതും ഒളിവില്ലാണ്. ഭയങ്കരമാണ് കേട്ടോ സോഷ്യൽ മീഡിയയിൽ. ഭയങ്കര. അത് സതീശനെ മാത്രം, പിന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുണ്ട്, പക്ഷേ അതിലും സതീശനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. സതീശനാണ് ഇപ്പോൾ ഈ വിഭാഗത്തിൻ്റെ, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുടെയും ആദ്യത്തെയും അവസാനത്തെയും ശത്രു വി.ഡി. സതീശനാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് ഇവരെ ചൊടിപ്പിക്കുന്നത്. അദ്ദേഹം എടുത്ത തീരുമാനങ്ങളുടെ ആ പ്രഹരശേഷിയുണ്ടല്ലോ, അത് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇതിനൊക്കെ അതീതരാണ് എന്ന് കരുതുന്ന ഒരു കൂട്ടമാണ് മാറിയിരിക്കുന്ന ഇവർ. സതീശൻ എന്ത് ചെയ്യും എന്നായിരിക്കും കേരള സമൂഹം ഇനിയും നോക്കുക. എന്ത് ചെയ്യും സതീശൻ ഇക്കാര്യത്തിൽ? ഈ നിലപാട് അദ്ദേഹം ആവർത്തിച്ച് പറയും, കൃത്യമായ ബോധ്യത്തിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് മാറാൻ പറ്റും. സതീശൻ അങ്ങനെ മാറുന്ന ആളല്ല. സതീശൻ തൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കും. അതൊരു വലിയ ക്വാളിറ്റിയാണ് കേരള രാഷ്ട്രീയത്തിൽ, അതൊരു വലിയ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമുദായ നേതാക്കളോട്, സമുദായങ്ങളോട് പോലും അദ്ദേഹം കാണിച്ചിട്ടുള്ള നിലപാടുകൾ അത് വളരെ ശക്തമായിട്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരെ ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന്, അതുപോലും അദ്ദേഹം യാതൊരു വിട്ടുവീഴ്ചയും നടത്തിയിട്ടില്ല, ഒട്ടും മായം ചേർത്തിട്ടില്ല. ആ നിലപാടിൽ അതേപോലെ ശക്തമായിട്ട് തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കും എന്ന കാര്യത്തിൽ സംശയം. റജി, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി സതീശനും ചരട് വലിച്ചു, തീവെട്ടിക്കൊള്ളയാണെന്ന് സതീശൻ പറഞ്ഞു. അക്കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ അനുയായികൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. അതേ ഹാൻഡിലുകളിൽ തന്നെ ഇന്ന് പ്രത്യക്ഷപ്പെട്ടത് രാഹുൽ ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട് മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ്. നോക്കൂ, ഈ ഒരു സാഹചര്യം മുതലെടുക്കുവാൻ രാഷ്ട്രീയ എതിരാളികൾ അവർ അങ്ങേയറ്റം ശ്രമിക്കും. എതിരാളികൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിനെ, രണ്ട് തെരഞ്ഞെടുപ്പിനെ എതിരാളികൾ എന്നുള്ളതിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വേണ്ടതാണ്. നോക്കൂ, ഇതിൽ രാഷ്ട്രീയ എതിരാളികളല്ല ഇത് മുതലെടുക്കുന്നത്. കോൺഗ്രസിലെ തന്നെ ഈ സൈബർ ഇടത്തിൽ ഈ പോരടിക്കുന്നവർ എന്ന് പറയുന്ന കോൺഗ്രസിലെ രണ്ട് വിഭാഗങ്ങൾ തന്നെയാണ്. പാർട്ടി നേതൃത്വം തന്നെ സൈബർ ഇടങ്ങളിലെ അത്തരം ആക്രമണങ്ങളെ അതിശക്തമായി നിശിതമായി വിമർശിക്കുകയും അവരെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും നഷ്ടം വരത്തക്ക രീതിയിൽ പെരുമാറുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടിയുടെ നേതാവ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു ഭാഗത്ത്. ഞാനിപ്പോഴെടുത്ത് കാണിക്കാം, കുമ്പിളയൊക്കെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ആസ്വദിക്കുകയാണ്. ഇതേ ആളുകൾ തന്നെ CPM-നെതിരെ, LDF-നെതിരെ കോൺഗ്രസിന് വേണ്ടി പോരാടുന്നവരാണ്. അതേ ആളുകൾ തന്നെയാണ് കണ്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് ഇപ്പോഴും രംഗത്തുള്ളത്. ഇപ്പോൾ 2-3 മണിക്കൂർ മുമ്പ് രാഹുൽ ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന്റെ താഴെയുള്ള പോസ്റ്റുകളിലൊക്കെ ഈ പറയുന്ന CPM-നെതിരെയുള്ള വിമർശനമാണ്, LDF-നെതിരെ, ഗോവിന്ദ മാസ്റ്റർക്കെതിരെയുള്ള വിമർശനം, അതൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ എതിരാളികളിൽ നിന്നല്ല ഇത് വരുന്നത്, കോൺഗ്രസ്സുകാരിൽ നിന്നാണ്. ബീന സണ്ണി എന്ന ഒരു ഫേക്ക് ഐഡിയിൽ മറഞ്ഞിരുന്നു കൊണ്ട് കോൺഗ്രസിനെ അതിശക്തമായി ആക്രമിച്ച ഒരാൾ അയാളുടെ ഐഡന്റിറ്റി ഒടുവിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ ബീന സണ്ണി അല്ല, ഞാനൊരു പുരുഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ആത്മഹത്യയെ അഭയം പ്രാപിച്ച ഒരു വാർത്ത ഈ അടുത്ത കാലത്താണ് പുറത്തു വന്നത്. അപ്പോൾ ഇതെല്ലാം കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. മറഞ്ഞു നിന്ന് ആക്രമിക്കുന്നവരെയല്ല, പരസ്യമായിട്ട് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന പേരുകളുള്ള മുഖങ്ങളെയാണ് ഞാൻ പറയുന്നത്. കൃത്യമായ മുഖം, ഞാൻ അതാണ് പേര് പറഞ്ഞത്, നിസാർ കുമ്പിള എന്നുള്ളയാൾ തുടർച്ചയായിട്ട് കോൺഗ്രസിന് വേണ്ടി പോരാടുന്നതാണ് സൈബർ ഹാൻഡിലുകളിൽ. കോൺഗ്രസിന് വേണ്ടി തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം വന്നതിന് ശേഷം നിസാർ കുമ്പിള രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി പോരാടുന്നു, അവിടെ സതീശനെ ആക്രമിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുന്നതിൽ പരാജയപ്പെടുന്നവർ ഒരുപക്ഷെ അങ്ങനെ ചെയ്തേക്കാം. കാരണം കേരളം 2 തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ പോകുന്നു. 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം അതിൻ്റെ ശക്തമായ ദിശയിൽ നിൽക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ഈ സർക്കാരിൻ്റെ കാലാവധി എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലഘട്ടമാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ബോധപൂർവമായ ലക്ഷ്യം എന്താണ്? ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങൾ സമൂഹത്തിൽ ചർച്ചയാകരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്
എങ്ങനെയാണ് ഈ ഏതെങ്കിലും ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് മാറുവാനുള്ള ഒരു ആരാ ബോധപൂർവമായ ഉയർത്തിപ്പിടിക്കുന്നത്? ശ്രമം. ആരാ ഇവിടെ കോൺഗ്രസ്, ഉയർത്തിപ്പിടിക്കുന്നത്? ഞാൻ അങ്ങോട്ട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ ചോദിക്കട്ടെ, രാഷ്ട്രീയ കോൺഗ്രസ് എതിരാളികൾ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കും. അതിന് അവസരമുണ്ടായി കൊടുക്കുന്നത് ആരാണ് എന്നുള്ള കാര്യമാണ്. ഇവിടെ അവർക്ക് പണിയെടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ ശ്രീ മഞ്ജുഷ്, അതുപോലെ ശ്രീ ജേക്കബ് സാറേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് ഐക്യകണ്ഠേന ആയിരുന്നില്ലേ? അതിൽ ഒരു എതിരഭിപ്രായമില്ലല്ലോ, ഒരു ഭിന്ന അഭിപ്രായവും അവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം നമ്മൾ ഇത് കോൺഗ്രസ് പാർട്ടിയെ ഇതിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യാതിരിക്കൂ. ഇത് ഈ ഒരു സാഹചര്യം ഇതിലെ കലുഷിതമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ വിവാദം കത്തി നിർത്തുവാൻ വേണ്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികളുടെ പങ്ക് നമ്മൾ വിസ്മരിച്ചുകൂടാ, ആ പങ്കിനെ ചെറുതായി കാട്ടിക്കൂടാ. കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ആർക്ക് അനുകൂലമാണ്? കോൺഗ്രസിന് അനുകൂലമാണ്. കേരളം കോൺഗ്രസ് മൈൻഡിലാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ലാതാക്കുക, അതിനുവേണ്ടി ഏതെങ്കിലും തലത്തിലുള്ള ഒരു വിവാദത്തെ സൃഷ്ടിച്ചുകൊണ്ട് അതിനെ കത്തി നിർത്തുക, അതൊക്കെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളുടെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന്. കാരണം ഏറ്റവും വലിയ രാഷ്ട്രീയ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിന് മുമ്പാകെ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം ഒരു തീരുമാനമെടുത്തു, ഐക്യകണ്ഠേനെ. അതിൻ്റെ സമുന്നതരായ നേതാക്കൾ ചേർന്നിരുന്നുകൊണ്ട് അതിൽ ഒരു ഭിന്ന അഭിപ്രായവുമില്ല. ജേക്കബ് ജോർജ്, ഇതിൽ ഈ രാഷ്ട്രീയ എതിരാളികൾ ഇത് മുതലെടുക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ കെട്ടിവെക്കുന്നത്, അതിനെ താങ്കൾ തന്നെ അതിനെ എതിർത്തു വരില്ലോ? അല്ല, ബഹുമാനപ്പെട്ട റെജി പറയുന്നത് വളരെ ശക്തമായ തീരുമാനം സമ്മതിക്കുന്നു. ഐക്യകണ്ഠേന എടുത്ത തീരുമാനം അതൊക്കെ സമ്മതിക്കുന്നു, സംശയമൊന്നുമില്ല. ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തെ തുരങ്കം വയ്ക്കുന്നതാരെ? അതിൽ CPM കാര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സൈബർ പോരാളികളുടെ കൂട്ടത്തിലെ സൈബർ ഇടങ്ങളിൽ CPMൻ്റെ സൈബർ എന്തെങ്കിലും നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഈ സൈബർ രംഗത്തേക്ക് കടക്കാറില്ല സാധാരണ, എങ്കിലും എനിക്ക് ചിലതൊക്കെ പൊഴിഞ്ഞും വീണും ഒക്കെ കിട്ടും, അതിനകത്തൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അറ്റാക്ക് നടത്തുന്നത് കോൺഗ്രസിൻ്റെ സൈബർ സ്ഥലങ്ങളിൽ നിന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കോൺഗ്രസ് ഇന്ന് നടപടി എടുക്കുമല്ലോ, കോൺഗ്രസ് ഇന്ന് തീരുമാനിച്ചല്ലോ, KPCC ഭാരവാഹിയോ തീരുമാനമുണ്ട്. ആ തീരുമാനം എടുത്തതിന് കാരണം എന്താ? കാരണം കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കളെ, സ്വന്തം പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ആ സൈബർ ഇടങ്ങളാണ്. ആ സൈബർ ഇടങ്ങൾ ഇന്ന് കോൺഗ്രസ്സുകാരുടെ കയ്യിലാണ്, യൂത്ത് കോൺഗ്രസ്സുകാരുടെയും കയ്യിലാണ്. അവരാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കൾക്കെതിരെ ശബ്ദമുയർത്തുന്നത് എന്നോർക്കണം. തീർച്ചയായിട്ടും അതുതന്നെയാണ് കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം. രാഹുൽ മാങ്കൂട്ടത്തിലിനേക്കാൾ ഏറ്റവും വിപുലമായ വലിയ പ്രശ്നം ഈ പ്രശ്നം തന്നെയാണ്. സ്വന്തം പാർട്ടി അണികൾ ഇന്നലെ വരെ കൂടെ നിന്നവരാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അത് വലിയ വെല്ലുവിളിയാണ്, അപകടം തന്നെയാണ്. ശരി, അതായത് നേതൃത്വത്തിന് പുല്ലുവിലയാണ് നൽകിയിരിക്കുന്നത് ശ്രീ വസന്ത് തെങ്ങുംപള്ളി ഇക്കാര്യത്തിൽ. അല്ല, നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ അതാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ള ഒരു പാർട്ടിയാണ്, അതൊരു ജനക്കൂട്ടമാണ്, അല്ലാതെ ഒരു കേഡർ പാർട്ടി. വ്യത്യസ്ത അഭിപ്രായത്തിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. അല്ല അത് പറയാം. അതായത് ഈ പാർട്ടി രൂപം കൊണ്ട കാലം തൊട്ട് 885 തൊട്ട് ഇതുവരെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാത്മാഗാന്ധി നേരിട്ട് നിർത്തിയ സ്ഥാനാർത്ഥിക്കെതിരായി സ്ഥാനാർത്ഥി വന്ന് അതൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ട് എന്താണ് കാര്യം ശ്രീ വസന്ത് തെങ്ങുംപള്ളി? അതൊക്കെയാണ് ഇപ്പോൾ പറയേണ്ട കാര്യങ്ങൾ. അല്ല, അപ്പോ അത്തരത്തിലുള്ള എതിരഭിപ്രായങ്ങൾ എല്ലാ കാലത്തും എന്റർടൈൻ ചെയ്യപ്പെടാറുണ്ട് ഈ പാർട്ടിയിൽ. പക്ഷേ പരിധി വിട്ട വാഗ്വാദങ്ങൾ, പരിധി വിട്ട അധിക്ഷേപങ്ങൾ അത് ആർക്കെതിരെ നടത്തിയാലും, കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എന്ന് മാത്രമല്ല, സൈബറിടത്തോ മറ്റെവിടെയെങ്കിലും, അത് CPM നേതാക്കൾക്കെതിരാണെങ്കിൽ പോലും നമ്മുടെ വിമർശനങ്ങൾക്ക്, നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾക്കൊക്കെ ഒരു സഭ്യത, മാന്യത ഉണ്ടാകണം എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്, വ്യക്തിപരമായി എനിക്കുള്ളത്. അതിനപ്പുറത്തേക്ക് പോയാൽ അത് CPM നേതാക്കൾക്കെതിരാണെങ്കിൽ പോലും അതും ശരിയല്ല. നമ്മുടെ വിമർശനങ്ങൾ, എതിരഭിപ്രായങ്ങൾ അതൊക്കെ സഭ്യതയുടെ, മാന്യതയുടെ അതിർവരമ്പിൽ നിന്ന് നടത്തണം എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾക്ക് ചില സംശയങ്ങൾ കൂടിയുണ്ട് കേട്ടോ, ചില ബോധ്യങ്ങൾ കൂടിയുണ്ട്. അതായത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സൈബറിനകത്ത് സംസാരിക്കുന്ന ചിലരുണ്ടല്ലോ, അതൊക്കെ ഫേക്ക് ഐഡികളെ ആരാണ് സ്പോൺസർ ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായ ധാരണയും കൃത്യമായ വിവരങ്ങളും ഞങ്ങൾക്കുണ്ട്. വരും ദിവസങ്ങളിൽ അത് പുറത്തുവിടും. കോൺഗ്രസ് ആണെന്ന വ്യാജേന ചെന്നൈ. പക്ഷേ എന്താ പ്രശ്നം വസന്ത് തെങ്ങുംപള്ളി? ഈ ഫേക്ക് ഐഡികൾ ഉണ്ടാവാം, ശരിയാണ്, ഫേക്ക് ഐഡികൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞാനതാണ് പേര് പറഞ്ഞത്. ഈ നിസാർ കുമ്പിള എന്നൊക്കെ പറഞ്ഞയാൾ സൈബർ ഇടത്തിൽ കോൺഗ്രസിന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ആളാണ്. പെട്ടെന്ന് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മാത്രം പ്രത്യക്ഷപ്പെടുന്നു, VD സതീശനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത് ഫേക്ക് ഐഡിയ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ കഴിയുകയില്ല. മാത്രമല്ല, അതിന് മറുപടി നൽകിക്കൊണ്ട് ഈ മുബാസ് ഓടക്കാലിയോ അങ്ങനെയുള്ള നേതാക്കളൊക്കെ വരുന്നത് എങ്ങനെയാണ്? സതീശിനെ അനുകൂലിച്ചുകൊണ്ട്. അതായത് ഈ സൈബർ ഇടത്തിൽ പരസ്പരമുള്ള പോര് വരുമ്പോൾ അത് ഈ രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് വരുന്നത് അല്ലെന്നേ, അതാണ് പറഞ്ഞത്. എന്താണ്? അല്ലല്ല, ഞാൻ പറയുന്നത് കോൺഗ്രസ് എങ്ങനെയാണ്
KSUവിലൂടെ യൂത്ത് കോൺഗ്രസ്സിലൂടെ വളർന്നതെന്ന് ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാനിന്ന് ചൂണ്ടിക്കാണിച്ചുകൊട്ടെ. അത് ചരിത്രമാണ്. MA ജോൺ എന്നൊരു നേതാവ് വളരെ ശക്തമായിട്ട് വളരെ കരുതലോടെ ഒരു അധ്യാപകൻ്റെ ചാരുതയോടെ ദാർശനികമായ ഒരു ഔന്നത്യത്തിൽ നിന്നും കൊണ്ട് KSUക്കാരെ ക്യാമ്പ് നടത്തി സംഘടിപ്പിച്ച് അവരെ പഠിപ്പിച്ചു. അങ്ങനെയാണ് KSUവിനെ ഗ്രൂം ചെയ്ത് വളർത്തിയെടുത്തത്. അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസിനെ അതുപോലെ നിങ്ങളാരും സമുദായ നേതാക്കളുടെ തിണ്ണ നിരക്കാൻ പോകരുത് എന്നിത്യാദി പാഠങ്ങൾ പഠിപ്പിച്ച് നിങ്ങൾ ഇവിടെ പ്രായമായവരൊക്കെ അധികാര കസേരയിലിരിക്കുന്നു. ആ അധികാര കസേരയിൽ നിന്ന് അവരെ മാറ്റിമറിച്ചിട്ട് യുവാക്കൾ അധികാരത്തിൻ്റെ സംഘടനയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും അധികാരത്തിൻ്റെ കസേരകൾ പിടിച്ചെടുക്കണം എന്നൊക്കെ പഠിപ്പിച്ച് വിട്ടത് MA ജോണാണ്. ശരിക്കും പറഞ്ഞ് ഇന്നത്തെ ദൗർബല്യം KSUവും യൂത്ത് കോൺഗ്രസും നേരിടുന്ന ദൗർബല്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിപ്പിക്കാൻ ആളില്ല. ഇതുപോലുള്ളവരാണ് നേതൃത്വം. ഇതുപോലെയുള്ളവരുടെ എനിക്ക് ഞാൻ പറയട്ടെ വസന്തേ, ഇതുപോലെയുള്ള നേതൃത്വമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പ് തിരിക്കുന്നത് എന്ന് ഓർക്കണം. അതാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ ജില്ലാ പ്രസിഡന്റിനെതിരെ നടപടി വേണമെന്ന് യൂത്ത് കോൺഗ്രസിൽ ആവശ്യം വരുമ്പോൾ ആരാണ് നടപടി എടുക്കേണ്ടത്? യൂത്ത് കോൺഗ്രസിൽ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ഇല്ല. അതുകൊണ്ട് ദയനീയമായ കാര്യം, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടിയെന്നറിയാമല്ലോ? 10 തികച്ചില്ല വസന്തേ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, കേരളത്തിൽ ഒരു വശത്ത് CPM-ഉം മറുവശത്ത് കോൺഗ്രസും നിൽക്കുന്നത്, ഒരു കാലത്ത് കോൺഗ്രസിൽ AK ആൻ്റണിയും K കരുണാകരനും തമ്മിലുള്ളൊരു മത്സരം ഉണ്ടായിരുന്നു. K കരുണാകരന് ആൻ്റണിയും വേണം, ആൻ്റണിക്ക് K കരുണാകരനും വേണം. പക്ഷേ ആൻ്റണി ഗ്രൂപ്പും K കരുണാകരനും ഭയങ്കര ശത്രുതയിലാണ്. കോൺഗ്രസിൻ്റെ ബലം അതായിരുന്നു, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ശക്തി അതായിരുന്നു. അതുപോലെ കേരളത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശക്തി, കേരള രാഷ്ട്രീയത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ 2 തുല്യ ശക്തികൾ, ഏറെക്കുറെ തുല്യ ശക്തികൾ. ആ ശക്തികൾ അങ്ങനെ തന്നെ നിൽക്കണം. അതാണ് കേരളത്തിൻ്റെ ബലം, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത അതാണ്. അത് ഒരിക്കലും ആ സന്തുലിതാവസ്ഥ കളയരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് കോൺഗ്രസ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നത് കോൺഗ്രസിന് തലവേദനയാണെന്ന് 41% പ്രേക്ഷകർ, അല്ല എന്ന് 56%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.